നാട്ടിൽ നൈറ്റ് ഇട്ടുകൊണ്ട് മെയിൻ റോഡിലൂടെ നടന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു നൈറ്റ് ചലഞ്ചിൻ്റെ വീഡിയോ എടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാണുന്നവർ പറയും ഇവർക്ക് ഒന്ന് പ്രാന്താന്ന് നാട്ടിലെ റോഡിൽ കൂടെ. ഹലോ, ഹെഡ്മിൽ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ മുറ്റത്തെ മെറ്റലിട്ടപ്പോൾ കുറേ പേര് ചോദിച്ചതാണ്, ആ കരിയില നന്നായിട്ട് തൂത്തെടുക്കാൻ പറ്റുമോ, പെട്ടെന്ന് നീങ്ങി വരുമോ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ. ഞാൻ ആക്ച്വലി ആദ്യം ഈ നമ്മുടെ നിന്ന് തൂക്കുന്ന ചൂലുണ്ടല്ലോ, അതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് ശേഷം ഒരു ദിവസം നമ്മുടെ സാധാ കുറ്റിച്ചൂലുണ്ടല്ലോ, അതിട്ട് തൂത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഈ നിന്ന് തൂക്കുന്ന ചൂലിനേക്കാളും ഏറ്റവും നല്ലത് മറ്റേ ചൂലാണ് കേട്ടോ. കുറ്റിച്ചൂലുണ്ടല്ലോ, സാധാ ചൂല്, അതുകൊണ്ട് തൂക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇടത്തായി ജോലികളിലാണ്. കുറെ പണി നടത്തിയപ്പോൾ കുറെ പൈപ്പും കാര്യങ്ങളും ഒക്കെ പറമ്പിൽ കിടപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഒതുക്കുന്ന പണിയാണ് ജോസാന്റെ. മുറ്റം തൂപ്പായിരുന്നു എൻ്റെ ജോലി. കാരണം ഇന്നലത്തെ കൂട്ടാനും കറികളും എല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ തീരുമാനിച്ചായിരുന്നു ഇന്ന് അടുക്കള കയറുന്നില്ല, പകരം ചുറ്റുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അത് ചെയ്യാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോൾ 10:11 മണിയോടടുത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഫാമിലി മെമ്പർ എന്ന് തന്നെ പറയുന്നതാകും ശരി. അപ്പോൾ അവർ പുതിയൊരു വണ്ടിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുതിയ വണ്ടി എടുത്തിട്ട് ലോങ് റൂട്ടൊന്നും പോയില്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ കയറി. വൻപയർ ഉണ്ടായിരുന്നു, അത് തോരൻ വെക്കാനായിട്ട്. സാധാരണ ഞാൻ വൻപയർ കുക്കറിൽ അങ്ങനെ വേവിക്കാറില്ല, അല്ലാതെ തന്നെ പാത്രത്തിൽ ഇട്ട് പല വ്ളോഗിലും കാണിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് വേണം, അതുകൊണ്ട് ഒറ്റ വിസിൽ വരുത്താനായിട്ട് കഴുകി കുക്കറിലോട്ട് ഇട്ടു. അപ്പം പെട്ടെന്ന് പോയി ജോസാൻ പോയി തൈര് മേടിച്ചുകൊണ്ട് വന്നു. തൈര് മേടിച്ചത് പക്ഷെ ഒട്ടുമേ പുളിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിലൊരു തക്കാളി കറി വെക്കാമെന്ന്. പണ്ട് എൻ്റെ സ്ഥിരം കറിയായിരുന്നു കേട്ടോ, പണ്ടെന്ന് വെച്ചാൽ 1-2 വർഷത്തിന് മുമ്പ്. പക്ഷെ അതിന് ശേഷം ഈ കറി ഞാൻ വെച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം. പറഞ്ഞാൽ ബോംബെ വെച്ച് മിക്കവാറും ദിവസങ്ങൾ ഈ കറി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ തക്കാളി കറി വെക്കാൻ. തൈരും എന്തായാലും പുളിയില്ലല്ലോ, പുളിയില്ലാത്ത മോരുകറി ശരിയല്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് തക്കാളി ഉള്ളതും കൊണ്ട് തക്കാളി കറി വെച്ചു. ഇതൊക്കെ ആരെങ്കിലും വെക്കുന്നു എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും തക്കാളി കറി വെക്കുന്നു എങ്കിൽ പറയണേ. അപ്പോൾ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇത്തിരി ഉള്ളിയും എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് വെക്കുന്ന രീതി മറന്നുപോയി എന്ന് പറയുന്നതാ ശരി. അന്ന് സ്ഥിരമായിരുന്നല്ലോ, അപ്പോൾ ഞാൻ തന്നെ ഓർക്കുമായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്, റെസിപ്പി മറന്നുപോയല്ലോ എന്ന്. പിന്നെ ഒരു നോർമൽ രീതി വെച്ചങ്ങ് ചെയ്തതാണേ. അപ്പൊ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒരു നാടൻ ടേസ്റ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റെണ്ണ യൂസ് ചെയ്യാം. അതിനുശേഷം എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റാം. സവാള ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണേ. അതായത് അതിൻ്റെ ആ ക്രിസ്പി അല്ല, എന്നാൽ ഒത്തിരി ഒന്ന് വഴളുകയും വേണ്ട, അങ്ങനെ ഒരു പരുവം. അതൊന്ന് വഴണ്ട ശേഷം ബാക്കി തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ തക്കാളി ഉണ്ടല്ലോ നല്ലതുപോലെ വെന്തൊന്ന് മൊത്തത്തിൽ അങ്ങോടേണ്ട, കുറച്ച് തക്കാളിയായിട്ടും കിടക്കണം, കുറച്ച് ഉടയുകയും വേണം, ആ പരുവം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ തോരനും കറി ഉണ്ടെന്ന്, പയർ തോരനുണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്നവർക്ക് അത് തന്നെ, ആ മീൻകറി തന്നെ കൊടുക്കുന്നത് മോശമല്ലേ. അപ്പോൾ അതേ മീനിന്റെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ ചൂരമീൻ, അത് കുറച്ചെടുത്ത് കറി വെച്ച് ബാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിന്റെ ബാക്കി ഇന്ന് കറി വെക്കാമെന്ന് വെച്ച് കേട്ടോ. യഥാർത്ഥത്തിൽ മീനൊക്കെ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്നാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ എനിക്കെന്തോ അത് കൊടുക്കാനൊരു മടി, ബാക്കി ഉണ്ടായിരുന്നു, അത് കൊടുക്കാനൊരു മടി കൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട, ഫ്രഷ് ആയിട്ട് പുതിയത് വെക്കാമെന്ന്. തക്കാളി വെന്തുടയുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി കൂടരുത്, 2 അല്ലി ആയാലും മതി. ഞാൻ കുഞ്ഞു വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. വാളംപുളി പിഴിഞ്ഞൊഴിച്ചാലും മതി. ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടങ്ങ് അരക്കുകയാണ്. ഒരു അബദ്ധം പറ്റിയത് ഞാൻ പിന്നെ പറയാം. പിന്നെ കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഭസ്മം പോലെ അങ്ങ് അരയണ്ട, ഒരു 90-95% ഒന്ന് അരഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പൂടി ഇട്ടാൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ കറിക്കുള്ളത് അരപ്പരച്ച് വെച്ചു. അരപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കൽ എളുപ്പമാണ്. അത് സൈഡിലോട്ട് മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്യാം. ഒറ്റ വിസിലേ വരുത്തിയിട്ടുള്ളൂ കേട്ടോ പയറിന്. അതിനുശേഷം അത് ചട്ടിയിലോട്ടാക്കി മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ പയർ അവിടെ നിന്ന് വെന്തോളുമല്ലോ. പിന്നെ നമുക്ക് കറി റെഡിയാക്കിയാലും മതിയല്ലോ.
അപ്പോൾ അതിനകത്തേക്ക് വേണ്ട കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ ആരും എടുത്ത് മാറ്റത്തില്ല. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സവോള ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി. പിന്നീടാണ്, അതായത് നമ്മൾ ബിസിയായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചില സമയത്ത് തല വേണ്ട രീതിയിൽ വർക്കാവത്തില്ല കേട്ടോ. അതിൻ്റെ ഉദാഹരണമാണിത്. അപ്പോൾ വീണ്ടും ഞാൻ പയറിനകത്തുനിന്ന് ഉള്ളികളെല്ലാം കൂടെ വാരി ഇതിനകത്തോട്ടിട്ട് തേങ്ങയ്ക്കകത്തോട്ടിട്ട് ഒന്ന് ഞെരടുവാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഞെരടി ചേർക്കാം. അപ്പോൾ സാധാ തോരനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെജിറ്റബിളിനകത്തിട്ട് തന്നെ നമുക്ക് ഞെരടി മിക്സ് ചെയ്യാം. ആ ഓർമ്മയിലും കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ എന്തായാലും മസാല നല്ലതുപോലെ കൈകൊണ്ട് ഞെരടിയിട്ട് പയറിനകത്തോട്ടിട്ടിട്ട് അത് ഇത്തിരിയും വെള്ളം ഒഴിച്ച് വേവനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് വേവിച്ചിട്ടില്ല, ഇത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മസാലയ്ക്കകത്ത് കിടന്ന് ഇതെല്ലാം വേവണമല്ലോ, ഉള്ളിയൊക്കെ. ആ പരുവത്തിന് ഞാൻ പയറ് വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ വിറകടുപ്പിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആ ചൂടിൽ കിടന്നത് നന്നായിട്ട് വെന്തോളും. മീൻകറിക്കായിട്ട് ചട്ടി വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ലേശം കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ചിലപ്പോൾ ഞാൻ ഉലുവായും ചേർക്കാറുണ്ട് കേട്ടോ, ചിലപ്പോൾ മറന്നു പോകാറുമുണ്ട്. കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. അപ്പോൾ കറിക്ക് ഞാൻ അരപ്പ് ചേർത്തിട്ടില്ല, കടുക് താളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇനി പയർ തോരനും കടുക് താളിക്കണം. കടുക് താളിക്കലെല്ലാം ലാസ്റ്റിലാക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ ടപ്പേന്നാവുന്ന കാര്യങ്ങളാണ്. മീൻകറിയും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് മുളക് പൊടിയും ഉലുവാപ്പൊടിയും ലേശം പുളിവെള്ളത്തിൽ ചാലിച്ച് വെച്ചതാണ്. അത് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറി നല്ലതുപോലെ ഒന്ന് കളറ് മാറണം. എണ്ണ കുറവാണെങ്കിൽ അതിന് പകരം ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചൊന്ന് മൂപ്പിച്ചാലും മതി കേട്ടോ. മീൻകറി ഇല്ലാത്ത വ്ളോഗേ ചുരുക്കമാണ്, അതുകൊണ്ട് ഇത്ര വിശദമായിട്ട് പറയണമെന്നും തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന്. അപ്പോൾ മസാല മൂക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വറ്റിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ മീൻകറി. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ലേശം ഉലുവാപ്പൊടി കൂടി ചേർക്കാം. ആദ്യം കടുക് പൊട്ടിക്കുമ്പോൾ ഉലുവ ഇട്ടാൽ പോലും ഞാൻ തിളച്ച് വരുമ്പോൾ ലേശം ഉലുവാപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനും ബിജീസ് കിച്ചണും ഇങ്ങനെ സംസാരിച്ചപ്പോൾ, അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും ബിജീസ് കിച്ചണും കാണാറുണ്ട്, എൻ്റെ ചേച്ചിയുടെ ചാനലാണ്. അപ്പോൾ അവർക്ക് ആരും കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞു, പേര് പറഞ്ഞായിരുന്നു, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. മീൻ കറിക്ക് ഏറ്റവും ലാസ്റ്റിൽ ഉലുവാപ്പൊടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണെന്ന് ഞാൻ എന്നും ഓർക്കും. അങ്ങനെയൊന്ന് ട്രൈ ചെയ്യണമെന്ന്, പക്ഷെ മറന്നുപോകും. കാരണം ഞങ്ങൾ തമ്മിൽ ഓരോരുത്തർ പറയുന്ന കമൻ്റ് ഇടുന്ന കാര്യങ്ങളും അവൾക്ക് ഫോൺ ചെയ്ത് ഓരോരുത്തരും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യാറുണ്ടേ. അപ്പം മീൻ കുറച്ചുകൂടി പറ്റുന്ന സമയം കൊണ്ട് കറിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കേ. തക്കാളി നന്നായിട്ട് വയണ്ട് നല്ലതുപോലെ ഇതായിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർക്കണം. കറിയുടെ കൊഴുപ്പനുസരിച്ച് നമുക്ക് എത്രയും കൊഴുപ്പ് വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു അബദ്ധം പറ്റിയെന്ന്, അത് ഇതാണ്. പുളി കറുത്ത പുളിയായിരുന്നല്ലോ, ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സാമ്പാറിൽ ഈ പുളി വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് കളറേ മാറും. വേറെ പുളി എൻ്റെ കയ്യിലില്ല, ഈ കറുത്ത പുളിയേ ഉള്ളൂ. രസത്തിന് ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ പുളി അരച്ചത് കൊണ്ട് തന്നെ എൻ്റെ മഞ്ഞിച്ചിരിക്കേണ്ട കറിക്ക് ഈ കളറായി പോയി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കറി യാതൊരു കാരണവശാലും തിളയ്ക്കരുത്. നമ്മൾ മോര് കാച്ചുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ്. പലരും ഇതിൽ ലാസ്റ്റിൽ തൈര് ഒഴിക്കാറുണ്ട്, അതായത് തൈര് ഉടച്ച് ഒഴിക്കാറുണ്ട്. ഞാൻ പക്ഷെ അത് ചേർത്തിട്ടില്ല. പകരം അതിന് വേണ്ടിയാണ് ഇപ്പോൾ പുളി ചേർത്തിരിക്കുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ഇത് തിളയ്ക്കാൻ പാടില്ല. എന്നിട്ട് മുകളിൽ കൂടി ആവി വന്നാൽ മതി കേട്ടോ. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. പിന്നെ കുടത്തിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിം ഇട്ടിട്ട് അത് പിന്നെ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ആ കുടത്തിൻ്റെ ചൂടും കൊണ്ട് ഇത് തിളയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാനും പാടില്ല. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി കാണുന്നോന്ന് എനിക്കറിയില്ല. നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് താളിക്കൽ പരിപാടിയുണ്ട്. കറിക്ക് താളിക്കണം, പയറുതോരന് താളിക്കണം, അതൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിയ ശേഷം കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തോരൻ കഴിച്ചു നോക്കിയപ്പോൾ എരി കുറവായിട്ട് തോന്നിയത് കൊണ്ട് എരിയുള്ള മുളക് പൊടി ലേശം ഇട്ടിട്ടുണ്ട്. ഒരു ലേശം കായത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും കൂടരുത്, ലേശം മതി. അപ്പോൾ അത് താളിച്ചൊഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തോരനടപ്പിൽ വെച്ചിട്ട് ഞാൻ വിറകൊന്നും എരിച്ചില്ല കേട്ടോ. വെറും കനലിൽ ഇട്ടതേ ഉള്ളൂ. അതുകൊണ്ട് അത് സാവധാനം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തോരൻ പയർ വെന്തിട്ടുണ്ട്. മസാലയും നന്നായിട്ട് വെന്ത മണം വരുന്നുണ്ട്. കാരണം ഇത്രയും നേരം അത് അടപ്പത്ത് കിടക്കുമായിരുന്നല്ലോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ തോരന് കായംപൊടി ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അസിഡിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. മഹാരാഷ്ട്രൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാ കറികൾക്കും കായം ചേർക്കാറുണ്ട്. അങ്ങനെയാണ് ഞാനും ഒരുമാതിരിപ്പെട്ട എല്ലാ കറികൾക്കും ലേശം കായം ചേർക്കാറുണ്ട്. എന്ന് വെച്ച് കൂടി പോകരുത്, ടേസ്റ്റും മാറരുത്. ഇനി നമുക്ക് കറിക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. ലാസ്റ്റിൽ കുറച്ച് ഉലുവാപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിക്കാം. ഈ തേങ്ങ അരച്ച കറിക്കൊക്കെ നമ്മൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കടുക് താളിക്കുന്നതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് മുളക് പൊടി ഇടുമ്പോൾ ആ കറിക്ക് നല്ലൊരു താളിച്ചതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ നല്ല ചുമന്ന് കിടക്കും. ഇതിപ്പം പുളിയുടെ കളർ ഇതായതുകൊണ്ടാണ് നമ്മുടെ കറി ഇങ്ങനെ ഏകദേശം ഒരു തീയലിൻ്റെ കളറിലാണ് ഇപ്പോൾ കാണുന്നത്. ഇത്രയും സമയം കൊണ്ട് നമ്മുടെ കറി നന്നായിട്ട് കുറുകി വറ്റിയിട്ടുണ്ട്. ചാറൊക്കെ നല്ല കൊഴുത്ത ചാറാണ്. അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോണേ. എന്നിട്ട് അടച്ച് വെക്കാം. ചട്ടിയല്ലേ, അതുകൊണ്ട് ഇനി ഇരുന്നും ചാറ് കുറുകുമേ. അപ്പോൾ അതിനുശേഷം കുറച്ച് സലാഡിന് വേണ്ടി അരിഞ്ഞു വെച്ച് ഞാൻ തൈര് വേണോ വേണ്ടിയോ എന്നറിയാത്തത് കൊണ്ടാണ് ചേർക്കാഞ്ഞത്. കാരണം എല്ലാവർക്കും സലാഡിൽ തൈര് ചേർക്കുന്നത് ഇഷ്ടമല്ല. ചിലർക്ക് വെറുതെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലാതെ പ്ലെയിനായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ സലാഡിന് പറ്റിയ തൈരാണ് എൻ്റെ കയ്യിലുള്ളത്, ഓവർ പുളിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ സലാഡിനായിട്ട് കാക്കിടി, തക്കാളി, പച്ചമുളക്, സവോള. കാക്കിടി എന്ന് പറയുന്നത് നമ്മുടെ സാലഡ് വെള്ളരിയാണേ. കാരണം അറിയാത്തവർ മിക്കവാറും ഞാൻ ഈ കാക്കിടി എന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് ഈ കാക്കിടി എന്ന്. അപ്പോൾ എന്താ ഉള്ളതും കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഊണാണേ. അപ്പോഴേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് കറികളെല്ലാം വേറെ നല്ല പാത്രങ്ങളിൽ എടുക്കേണ്ടതായിരുന്നു. മീൻകറി മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല പ്ലേറ്റിൽ, ബാക്കിയൊക്കെ സാധാ ഡെയിലി യൂസിനുള്ള ചരുവും പയറുതോരനൊക്കെ ആണെങ്കിലും. അതിൻ്റെ കാരണം ഞാൻ നല്ല പാത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് അവർ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള പുള്ളിക്കാരി തന്നെ പറഞ്ഞു, അയ്യോ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ വലിയ വിരുന്നുകാരൊന്നും അല്ലല്ലോ, ഒരേ ഫാമിലി ഇതുപോലെ തന്നെ അല്ലേ, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് പുള്ളിക്കാരിയാണ് കറിയൊക്കെ ആ പാത്രത്തിൽ വിളമ്പി വെച്ചത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവർ പോകാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുതിയ വണ്ടിയിലൊന്നും കയറിയിരുന്നു പോലും ഇല്ല, ഒന്ന് ഇരുന്ന് നോക്കുക എങ്ങനെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ അടുക്കളയിൽ നിന്ന ഡ്രസ്സിലാണ് ആ കാറിനകത്തോട്ട് കയറിയിരുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്കിതാ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു വളവുണ്ട്, അവിടെ വരെ ഒന്ന് പോയേച്ച് വരാമെന്നും പറഞ്ഞ് എങ്കിലും ഇരിക്കട്ടെ എന്നും പറഞ്ഞൊരു മാസ്കൊക്കെ ഇട്ടതാണ് കേട്ടോ. അന്നേരമാണ് പറഞ്ഞത് അവർ വീട്ടിൽ വന്ന ഉടനെ ഞങ്ങളുടെ ആ കിച്ചണിലും ഞാൻ ലൈറ്റിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് സോറി ഇതുവരെ ഇട്ടിട്ടില്ല, ഉടനെ ഇടാം. അപ്പോൾ കുറേ ലൈറ്റുകൾ ഞങ്ങൾ പല കളറായിട്ടുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എങ്കിൽ ആ കട ഇവിടെ നേരത്തെ ചോദിച്ചിരുന്നു ആ കട ഇവിടെ അടുത്താണോ, ഞങ്ങൾക്കൊന്ന് പോകണം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ആ കടയിലോട്ട് വിടാമെന്ന്. അങ്ങനെ നിന്ന നിപ്പിൽ നൈറ്റിയാണ് എൻ്റെ വേഷം, അതോടെ കയറി ഇരുന്നതാണ്. അങ്ങനെ ആ കടയിലെത്തി. ഞാൻ പറഞ്ഞില്ലേ ഉടനാവട്ടത് ഓറിയോൺ ലൈറ്റ്സ് എന്ന് പറയുന്ന ഈ കടയാണ്. ഞാൻ കാരണത്താണ് കേട്ടോ, അതിനകത്ത് ഇരുന്നത് തന്നെ ജസ്റ്റ് ആ കടയുടെ ഷോട്ടൊന്ന് എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അവിടെ ഓഫ് ചെയ്തിട്ടേച്ച് ജോസാനും അവരെല്ലാവരും കൂടെ ലൈറ്റൊക്കെ നോക്കാനായിട്ട് കയറി. ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് കയറിയതാണ്, കുറേ ലൈറ്റുകൾ മേടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ കടയിൽ തന്നെ എനിക്ക് തോന്നുന്നു അവരൊരു അരമണിക്കൂറിൽ കൂടുതൽ സമയം എടുത്തു. കാരണം നല്ല വെറൈറ്റീസ് ഉണ്ട് അവിടെ. അതെ, ജോസാനും ബാക്കി എല്ലാവരും ഇവിടെ ആ കടയിലോട്ട് ലൈറ്റൊക്കെ നോക്കാൻ പോയി. ഞാൻ നൈറ്റ് ഇട്ടുണ്ടല്ലേ ഇറങ്ങിയേ, ഇങ്ങോട്ട് വരുന്നൊന്നും ചിന്തിച്ചില്ല. അന്നേരം ഞാൻ പുറത്തിറങ്ങിയില്ല, കാറിനകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, ഒരു വീഡിയോ എടുക്കാൻ. നൈറ്റി ചലഞ്ച്, നാട്ടിൽ നൈറ്റി ഇട്ടുകൊണ്ട് മെയിൻ റോഡിലൂടെ നടന്നാൽ എങ്ങനെ ഇരിക്കും, ഒരു നൈറ്റി ചലഞ്ചിൻ്റെ വീഡിയോ എടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാണുന്നവർ പറയും ഇവർക്ക് എന്തോ പ്രാന്താണെന്ന്. നാട്ടിലെ റോഡിൽ കൂടെ, മെയിൻ റോഡാണ് ഉടനോട്ടം. എൻ്റെ പൊന്നെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ലൈറ്റൊക്കെ മേടിച്ചത് അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടേ അതേത് കടയിൽ നിന്നാണ് മേടിച്ചതെന്നും പറഞ്ഞ് അവിടോട്ട് അവർക്കൂടെ ലൈറ്റ് നോക്കാൻ വന്നതാണ്. ടേബിൾ ലാമ്പും അല്ലാതെ കളർ മാറുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ പോയേക്കുന്നു. ദിവസനും കടയിലുണ്ട്, ഞാൻ എന്താ കാറിനകത്തിരിക്കുക. അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ തേൻമിഠായി. ഞാൻ കുറേ നാളായിട്ട് ഞാൻ പുറത്തധികം പോകുന്നില്ലല്ലോ, ജോസാനല്ലേ പോന്നേ. അപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, തേൻമിഠായി കിട്ടിയായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഭയങ്കര സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടായിരിക്കും. അന്നൊക്കെ 5 പൈസ 10 പൈസക്കൊക്കെ ചില്ലുകുപ്പിക്കകത്തിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അന്നത്തെ എൻ്റെ അത്രയും സോഫ്റ്റ് അല്ല നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് തോന്നുന്നു കേട്ടോ.
അപ്പം ഞാൻ ഇവിടെ അങ്ങ് കടകളിലൊന്നും തേൻമിഠായി കണ്ടിട്ടില്ല, ഇങ്ങനെ പാക്കറ്റ് കിട്ടുമെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് പറയണേ. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തേൻമിഠായി, ലവലോലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക, ഇതൊക്കെയായിരുന്നല്ലോ സ്ഥിരം. അതുപോലെ ഗ്യാസ് മിഠായി. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഊണും അവരൊക്കെ വന്ന് സന്തോഷത്തോടെ പോയി. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. കുറച്ച് പേര് കൂടിയുണ്ട്, ഞങ്ങൾ രണ്ടുമല്ലാതെ. ആ വീഡിയോയുമായിട്ട് ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.